ദൈവരാജ്യത്തിലെ വലുപ്പത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെ തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇറ്റ് ഈസ് അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് ബീയിങ് എ സ്ലേവ്. ഇറ്റ്സ് എ കോൺട്രാസ്റ്റ് ടു അവർ നോർമൽ അണ്ടർസ്റ്റാൻഡിങ്. ഈശോ ഒരു വലിയ സത്യം ഇന്ന് പഠിപ്പിക്കുകയാണ്, ഒരു വലിയ ആത്മീയ സത്യം, എ ഗ്രേറ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് സ്പിരിച്വൽ ട്രൂത്ത്, that the criterion to be great in the kingdom of heaven is your ability to serve. ഈശോ ഇത് പല പ്രാവശ്യം പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് ശിഷ്യന്മാരെ. ഇതാദ്യമായിട്ടുള്ള ഈശോ ഈ കാര്യം അവരോട് പറയുന്നത്. മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിൽ 33-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ അവരോട് ചോദിക്കുകയാണ്, ശിഷ്യന്മാരോട് ചോദിക്കുക, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്? അവരെല്ലാവരും നിശബ്ദരായി. കാരണം അവർക്കറിയാമായിരുന്നു, അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് അവർ നിശബ്ദരായിരുന്നു. അപ്പോൾ ഈശോ സ്നേഹത്തോടെ അവരെ വിളിച്ച് ഇരുന്നിട്ട് പറഞ്ഞു, മക്കളെ, ഇതാണ് ദേവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കണം. യു വാണ്ട് ബി ദ ഫസ്റ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഹെവൻ, യു നീഡ് ടു ബി ദ ലാസ്റ്റ് and you need to become a slave. This is the criteria to become the great in the kingdom of heaven. അപ്പം ദൈവരാജ്യത്തിലെ വലിപ്പത്തിൻ്റെ മാനദണ്ഡം ശുശ്രൂഷയാണെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 34 വരെ തിരുവചനങ്ങൾ പറയുന്നത് ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചുള്ള സൂചനയാണ്. ഈ സുവിശേഷ ഭാഗം 35 മുതലുള്ള ഭാഗത്തിൽ തൊട്ട് മുമ്പ് ഈശോ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് പറയുകയാണ്. ഐ എം ഗോയിങ് ടു ജെറൂസലേം, ഗോയിങ് ടു ബി ക്രൂസിഫൈഡ്. നമ്മൾ ജെറൂസലത്തേക്ക് പോവുകയാണ്. അവിടെ മനുഷ്യപുത്രൻ വിജാതിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. അവിടെ വെച്ച് അവനെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഈശോ ഈ സന്ദേശം പറഞ്ഞ് തീരുന്നതിന് മുമ്പാണ് വലിയൊരു ആഗ്രഹവുമായിട്ട് സെബദീപുത്രന്മാർ വരുന്നത്. അവർ പറയുകയാണ്, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ചെയ്തു തരണം. They want to trap Jesus with this commitment. If Jesus agrees to this request, then he has to fulfill that. ഞങ്ങൾ ചോദിക്കുന്നത് എന്ത് ചെയ്താണ്? ചിലപ്പോൾ കുട്ടികൾ മാതാപിതാക്കളോട് ഇങ്ങനെ പറയും, ഡാഡി, ഐ വാണ്ട് യു ടു ഡു ദിസ് ഫോർ മീ, വുഡ് യു പ്ലീസ് ഡു. നീ എന്താന്ന് പറയടാ? എന്താന്ന് പറയാം? ചെയ്യുമെന്ന് പറയണം. ആദ്യം ചെയ്യുമെന്ന് പറയണം, അല്ലേ? പിള്ളേർ പറ്റിക്കല്ലേ ചിലപ്പോൾ. സോ ചിലപ്പോൾ പിള്ളേരിങ്ങനെ കാണിക്കും, അല്ലെ ഭാര്യമാർ ചിലപ്പോൾ ഭർത്താക്കന്മാരോട് ചോദിച്ചുകൊണ്ടിരിക്കും, ഞാൻ പറയുന്നത് ചെയ്യുമോ? ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കാര്യം പറയുള്ളൂ. ഇവരും ഇങ്ങനെ ഏകദേശം പറയുന്നത്, ഞങ്ങൾ ചോദിക്കുന്നത് എന്തും ചെയ്തു തരണം. നിങ്ങളെന്താ ചോദിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവരുടെ ചെറിയ ആഗ്രഹം അവർ പറയാണ്, ഞങ്ങളിൽ ഒരുവൻ നിൻ്റെ മഹത്വത്തിൽ നിൻ്റെ വലതുവശത്തും ഒരുവൻ നിൻ്റെ ഇടതുവശത്തും ഇരിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം. അതിന് ഞങ്ങളെ അനുവദിക്കണം. ഈശോ പറഞ്ഞു, യു ഡോണ്ട് നോ വാട്ട് യു ആർ ആസ്കിങ് ഫോർ. നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്താ ചോദിക്കുന്നതെന്ന്. കാരണം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ ഞാൻ കുടിക്കുന്ന പാനപാത്രം? നിങ്ങൾക്ക് ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാൻ പറ്റുമോ? അവർ വലിയ ശക്തമായിട്ട് പറഞ്ഞു, യെസ്, വി ആർ ഏബിൾ ടു. ഞങ്ങൾക്ക് സാധിക്കും. ഇറ്റ്സ് അരഗൻറ്റ് ഓവർ കോൺഫിഡൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ദർ ഇസ് എൻ അംബിഷൻ. ദേ ആർ ഡ്രിവൺ ബൈ ദിസ് അംബിഷൻ. ഇവർ ദൈവത്തിൻ്റെ മഹത്വം കണ്ടവരാണ്. ട്രാൻസ്ഫിഗറേഷൻ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ മഹത്വീകരണം അവർ ദർശിച്ചതാണ്. ഓൺ ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ ദേ എക്സ്പീരിയൻസ് ദ ഗ്ലോറി ഓഫ് ജീസസ് ദെയർ, ഗ്ലോറി ഓഫ് ഗാഡ്. ഈ മഹത്വം ദർശിച്ച അവരാണ് പറയുന്നത്, ഈ മഹത്വത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ പങ്കു തരണം. വി വാണ്ട് ബി ഓൺ യുവർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻ യുവർ ഗ്ലോറി. ഈശോയുടെ ഇന്നർ സർക്കിളിലുള്ള ശിഷ്യന്മാരാണ് വന്ന് ചോദിക്കുന്നത്, മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ ഡ്രിവൺ ബൈ ദിസ് പാഷൻ ഫോർ പവർ. ദേ ആർ ഹാവിങ് ദിസ് നീഡ് ഫോർ സെൽഫ് ഗ്ലോറിഫിക്കേഷൻ. ദിസ് എ നീഡ് ഫോർ സെൽഫ് പ്രൊമോഷൻ. തങ്ങളെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ അവർ നോക്കുന്നത്. സോ ദേ ബിക്കം മാനിപ്പുലേറ്റീവ് ഇൻ ദെയർ അപ്രോച്ച്. ദേ ആർ ട്രൈങ് ടു മാനിപ്പുലേറ്റ് and they want to promote themselves and they are very self-centered in their thinking.
ഇത് ഒരു മനുഷ്യൻ്റെ സാധാരണയുള്ള ഒരു നീഡ് കൂടെയാണ്. എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു ആവശ്യമാണ് നമ്മൾ സമൂഹത്തിൽ ഉന്നതരാകണം എന്നുള്ള ആഗ്രഹം. എവരിബഡി ഹാസ് ദിസ് നീഡ് ടു ബിക്കം ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സൊസൈറ്റി. എവരിബഡി വാണ്ട്സ് ടു റൈസ് ഇൻ ദ സ്കെയിൽ ഓഫ് ഇമ്പോർട്ടൻസ്. നമ്മുടെ ഹ്യൂമൻ നീഡാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് എബ്രഹാം മാർഷൽ പറയുന്ന ഒരു നാലാമത്തെ, 1 ബയോളജിക്കൽ നീഡ്, 2 സെക്യൂരിറ്റി നീഡ്, 3 നീഡ് ഫോർ ലവ് ആൻഡ് അക്സെപ്റ്റൻസ്, 4 ലവ് ഫോർ എസ്റ്റീം. പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഒരു ആവശ്യം മനുഷ്യനുള്ളതാണ്. എല്ലാ മനുഷ്യരുടെ ഉള്ളൊരു ആവശ്യമാണ്. ഐ വോണ്ട് ബി റെക്കഗ്നൈസ്ഡ്, ഐ വോണ്ട് ബി അപ്രീഷിയേറ്റഡ്, ഐ വോണ്ട് ബി അപ്ലോഡഡ്. എനിക്ക് ഈ അപ്ലോസ് ഇഷ്ടമാണ്. എവരിബഡി ലൈക്സ് ഇറ്റ്. ഐ വോണ്ട് ബി ഗ്ലോറിയസ്, ഐ വോണ്ട് ബി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ വലുതാകണം എന്ന ആഗ്രഹം സാധാരണമാണ്. ഈ ആഗ്രഹം വെച്ചുകൊണ്ടാണ് സാധാരണ മനുഷ്യരൊക്കെ പ്രവർത്തിക്കുന്നത്. ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യമായത്. പക്ഷെ കർത്താവ് പറയുകയാണ്, മക്കളെ, ഇതല്ല നിങ്ങളുടെ വഴി, ഇതല്ല ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടല്ല. ഇവർ പറയുന്നു, ഞങ്ങൾക്ക് സാധിക്കും, നീ തരുന്ന എന്ത് പാനപാത്രം കുടിക്കാൻ ഞങ്ങൾ ചെയ്യും, പാനപാത്രം സഹനമാണെന്ന് അറിയാം, നീ തരുന്ന എന്തും ഞങ്ങൾ ചെയ്യാം, പക്ഷേ ഞങ്ങൾക്ക് ഈ മഹത്വത്തിൽ പങ്കുചേരണം. ദിസ് ഈസ് ഓവർ കോൺഫിഡൻസ്. ദിസ് ഈസ് നോട്ട് റിയലിസ്റ്റിക് അപ്രോച്ച്. ദിസ് അഹങ്കാരം നിറഞ്ഞ അമിത ആത്മധൈര്യമാണിത്. അഹങ്കാരം നിറഞ്ഞ അമിതമായിട്ടുള്ള ആത്മധൈര്യമാണ്. ഞങ്ങൾക്ക് കഴിയും. പത്രോസ് ഒരിക്കൽ പറഞ്ഞു ഇത്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുകയാണ്, ഇടയൻ അടിക്കപ്പെടും, ആടുകൾ ചിതറിക്കപ്പെടും. പത്രോസ് പറഞ്ഞു, കർത്താവേ, നിൻ്റെ കൂടെ കാരാഗൃഹത്തിൽ പോകാനും മരിക്കാനും ഞാൻ തയ്യാറാണ്. ഈശോ പറഞ്ഞു, നീ ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. നിൻ്റെ കൂടെ കാരാഗൃഹത്തിൽ പോകാനും മരിക്കാനും ഞാൻ സന്നദ്ധനാണ്. ഞാൻ എന്തിനു തയ്യാറാണ്? ദിസ് ഈസ് ഓവർ കോൺഫിഡൻസ്. ട്രസ്റ്റിംഗ് ഇൻ വൺ സെൽഫ് ടു മച്ച് ഈസ് നോട്ട് ഗുഡ്. റാദർ വി നീഡ് ടു ലേൺ ടു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവമേ, നിന്നെ തള്ളിപ്പറയാൻ എന്നെ അനുവദിക്കരുതേ എന്ന് നമ്മൾ പറയേണ്ടത്. നിന്നെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ലെന്ന് എന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ വീണിരിക്കും, പത്രോസിനെ പോലെ. അതുകൊണ്ട് ഞാൻ പറയാൻ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്, ദൈവമേ, നിന്നെ തള്ളിപ്പറയാൻ എന്നെ ഒരിക്കലും അനുവദിക്കരുതേ. ഐ നീഡ് ടു. നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. ശരിയാണ്, നിങ്ങൾ സ്വീകരിക്കും. ഈശോ അവിടെ പ്രവചിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. യു ആർ ഗോയിങ് ടു സഫർ ഫോർ മീ ഇൻഡീഡ്. മാർക്കോസ് 10:39. പാനപാത്രം നിങ്ങൾ കുടിക്കും, സ്നാനം സ്വീകരിക്കും, പക്ഷേ വലത്തും ഇടത്തും ഇരിക്കേണ്ടത് തീരുമാനിക്കുന്ന ഞാനല്ല, എൻ്റെ പിതാവാണ്. അവർ പാനപാത്രം സ്വീകരിച്ച് നമുക്ക്. ജെയിംസ് ഇസ് ദ ഫസ്റ്റ് മാർട്ടർ among the apostles, and John was exiled to Patmos and he died there. So much suffering went before his death. So 2 പേരും മരിച്ചു ഈശോയ്ക്ക് വേണ്ടിയിട്ട്. പാനപാത്രം കുടിച്ചു, സ്നാനവും സ്വീകരിച്ചു, പക്ഷേ ഇവരാണോ ഈശോയുടെ വലത്തും ഇടത്തും ഇരിക്കുന്നത് നമുക്കറിയത്തില്ല. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ഹൗ ഗാഡ്സ് പ്ലാൻ വർക്ക്സ്. അപ്പോൾ 10 പേർക്കും ഇവരോട് അമർഷം തോന്നുന്നു. കാരണം ഓൾ ഓഫ് ദം വെയർ കോമ്പീറ്റിംഗ് ഫോർ ദിസ് പൊസിഷൻ. ഇവർ 2 പേര് വന്ന് ചോദിച്ചെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിലുണ്ടായിരുന്നതിനെയാണ്, ഞങ്ങൾക്ക് ഈ രാജ്യത്തിൽ ഏറ്റവും പ്രധാനി ആയിരിക്കണം. വി വാണ്ട് ബി ദ ഫസ്റ്റ്, ഐ വാണ്ട് ബി ദ ഫസ്റ്റ്, എവറി വൺ വാണ്ടഡ് ടു ബി ദ ഫസ്റ്റ്. അതുകൊണ്ടാണ് 10 പേർക്കും ഇവരോട് അമർഷം തോന്നിയത്. ഒരു അസൂയ തോന്നി, അമർഷം തോന്നി. നൗ ജീസസ് ഈസ് ടീച്ചിങ് ദ ഗ്രേറ്റ് ലെസൺ. ഈശോ അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അറിയത്തില്ലാത്തൊരു കാര്യം പഠിപ്പിക്കുകയാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾക്കറിയാവുന്നതാണിത്. മാർക്കോസ് 10:42. നിങ്ങൾക്കറിയാം, വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്കറിയാം ഇത്. യു നോ ഇറ്റ് ഓൾറെഡി ദാറ്റ് ദി പേഗൻസ്, ജെൻറ്റൈൽസ് റൂൾ ഇറ്റ് ഓവർ അതേഴ്സ് ആൻഡ് ഇമ്പോസ് ദെയർ അതോറിറ്റി ഓൺ അതേഴ്സ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണിത്. സോ യു ഹാവ് സീൻ ഇറ്റ്. ലോകരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. യു നോ. നിങ്ങൾ റോമൻ റൂളേഴ്സിനെ കണ്ടിട്ടുണ്ട്. യു ഹാവ് സീൻ ദ ഹെറോഡിയൻസ്, യു ഹാവ് സീൻ ഓൾ ദ മൊണാർക്സ് ആൻഡ് ദ റൂളേഴ്സ്. നിങ്ങളിവരെയൊക്കെ കണ്ടിട്ടുണ്ട്. സീസറിനെ കണ്ടിട്ടുണ്ട്, സീസറിൻ്റെ ഭരണം കണ്ടിട്ടുണ്ട്, പിലാത്തോസിൻ്റെ ഭരണം കണ്ടിട്ടുണ്ട്, ഹെറോദസിൻ്റെ മക്കളുടെയൊക്കെ ഭരണം കണ്ടിട്ടുണ്ട്. സോ യു ഹാവ് സീൻ ദിസ് ഇൻ യുവർ ലൈഫ്. വാട്ട് വാസ് ദാറ്റ്? ഇറ്റ് ഈസ് ആൻ അംബീഷ്യസ് ലൈഫ്. They were driven by ambition, self-promotion, arrogance, self-exalting and dictatorship and dominating. ഈ രീതി ലോകത്തിൻ്റെ രീതിയാണ്. ഈ രീതി നിങ്ങൾ കണ്ടുപഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതല്ല നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ആ രീതി.
സ്വർഗരാജ്യത്തിൻ്റെ രീതി വ്യത്യസ്തമാണ്. ഈശോ പറയുന്നു, നിങ്ങൾ അറിയേണ്ടത് ഇതാണ്, നിങ്ങൾക്കറിയാവുന്നത് ഇതാണ്, പക്ഷെ നിങ്ങൾ അറിയേണ്ടത് എന്താണ്? മാർക്കോസ് 10:43, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം. വലിയവൻ ശുശ്രൂഷകൻ, ഒന്നാമൻ ദാസൻ. ഇത് സാധിച്ചാലാണ് നിങ്ങൾ സ്വർഗരാജ്യത്തിൽ എണ്ണപ്പെടുന്നത്. ലോകത്തിൻ്റെ വിജയമല്ല ദൈവത്തിന് മുമ്പിലുള്ള വിജയം. ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ പോകുന്നവർക്ക് ലോകത്തിൽ വിജയമുണ്ടാവും, ലോകത്തിൽ അവർ വിജയിക്കും. കാരണം the more one is corrupt, the more one's scrupulosity disappears. The prickle conscience won't be there. So they can do anything to achieve their goal. So they will naturally climb up to the top. ഇങ്ങനെയുള്ളവർക്ക് വിജയിക്കാൻ പ്രയാസമില്ല, കാരണം അവർക്ക് മനസ്സാക്ഷിയൊന്നുമില്ല. They have sold their soul, then they can do anything to get where they want. അപ്പോൾ ഇങ്ങനെ ലോകത്തിൻ്റെതായി ജീവിച്ചാൽ നിങ്ങൾ ലോകത്തിൽ ജയിക്കും, പക്ഷേ that is not real victory in your life. It works in the world but not with the kingdom of God. So ഇവിടെ വലിയവൻ ശുശ്രൂഷകനും ഒന്നാമൻ ദാസനുമാണ്. ദ ക്ലൈമാക്സ് ഈശോ ഇവിടെ പറയുകയാണ്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് മോചനദേവ്യമായി നൽകുവാനുമാണ്. നമുക്കിന്ന് മുഴുവൻ ധ്യാനിക്കാനുള്ള വിഷയമത്. മനുഷ്യപുത്രൻ്റെ ആഗമനം മോചനദ്രവ്യമാകാൻ വേണ്ടിയിട്ടാണ്, ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടി വന്നതല്ല. സ്നേഹമുള്ളവരെ, ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, ശുശ്രൂഷയിലാണ് നമ്മുടെ മഹത്വം. Diaconate, we had the diaconate of Joby brother. ഒരു ഡീക്കൻ ശുശ്രൂഷിക്കാനായിട്ടാണ് ഓർഡൈൻ ചെയ്യപ്പെടുന്നത്. ഒരാൾ അച്ഛനാകുന്നതിന് മുമ്പ് ഡീക്കനാകണം, കാരണം ശുശ്രൂഷിക്കാനായിട്ട് പഠിക്കണം. ഐ എം ഓർഡൈൻഡ് ടു സെർവ് അതേഴ്സ്. എനിക്ക് തോന്നുന്നത് വിവാഹത്തിന് മുമ്പും ഡീക്കനാകുന്നതല്ല, കാരണം വിവാഹ ജീവിതവും ശുശ്രൂഷിക്കാനുള്ള ജീവിതമാണ്. വി നീഡ് ടു ബി ഡീക്കൻസ് എവരിവെയർ. വി നീഡ് ടു ഹാവ് ദിസ് മെൻറ്റാലിറ്റി ഓഫ് സർവീസ്. ഇതാണ് നമ്മുടെ മഹത്വം. മദർ തെരേസ ഇത് ജീവിതത്തിൽ പകർത്തിയ ആളാണ്. ജീവിതത്തിലെ അക്ഷരം പ്രതി ഈ സന്ദേശം സ്വീകരിച്ച ആളാണ് മദർ തെരേസ. ഒരിക്കൽ US സെക്രട്ടറി ജനറൽ ഹാവിയർ പെറസ്, he was introducing Mother Teresa to an august crowd. Then he had to say only one sentence to introduce her. He said, "Here I am to introduce the greatest, the most powerful woman in the world. The most powerful woman in the world. The power of service." Rabindranath Tagore wrote a beautiful poem. He says, "I slept and dreamt that life is joy. I awoke and realized life is service. I went to work, lo and behold, I found service is joy." എന്താണ് അദ്ദേഹം പറയുന്നത്? ജീവിതം ഒരു സന്തോഷമാണെന്ന് ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു. ഉണർന്നപ്പോൾ മനസ്സിലായി ജീവിതം ശുശ്രൂഷയാണെന്ന്. എന്നാൽ ജോലിക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ശുശ്രൂഷയാണ് യഥാർത്ഥ സന്തോഷമെന്ന്. മൈ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് വാട്ട് ദ ലോർഡ് ഈസ് കോളിംഗ് us to. ശുശ്രൂഷയിൽ സന്തോഷം കണ്ടെത്തുവാനുള്ള വിളിയാണ് ക്രൈസ്തവൻ്റെ വിളി. ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ കോൾ ടു സെർവ്. മഹാത്മാഗാന്ധി പറയുന്നത് ഇപ്രകാരമാണ്: ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ് യുവർ സെൽഫ് ഈസ് ടു ലൂസ് യുവർ സെൽഫ് ഇൻ ദ സർവീസ് ഓഫ് അതേഴ്സ്. ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ് യുവർ സെൽഫ് ഈസ് ടു ലൂസ് യുവർ സെൽഫ് ഇൻ ദ സർവീസ് ഓഫ് അതേഴ്സ്. May God bless you. In the Father, Son, and the Holy Spirit.